അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. മീൻകറി പല രീതിയിൽ വെക്കാറുണ്ട്, എന്നാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻകറി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു പിഞ്ച് ഉലുവയും 2 സ്പൂൺ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കടുകും ഉലുവയൊക്കെ ഒന്ന് ചൂടായി കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന ടൈമിൽ ഞാൻ അതിലേക്ക് 10 കൊച്ചുള്ളി ചതച്ചതും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 5 അല്ലി മീഡിയം സൈസ് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മാങ്ങയാണ് കേട്ടോ. അതായത് 2 ചെറിയ മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകം പുളിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നീളത്തിൽ സ്ലൈസായിട്ട് അരിഞ്ഞത് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് അതിലേക്ക് ഞാൻ 4 ചെറിയ ഉണ്ടമുളകും കൂടി നീളത്തിൽ അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വഴന്ന് കിട്ടാനും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഈ മാങ്ങയും തക്കാളിയും ഉണ്ടമുളകും കൊച്ചുള്ളി എല്ലാം കൂടി ഒന്ന് നല്ല പേസ്റ്റായി കിട്ടുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമുക്കതൊരു കൂട്ട് കിട്ടുക. അപ്പോൾ ഈ ടൈമിലാണ് നമ്മളിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോണേ. അപ്പോൾ ഒരു വലിയ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടിയും അതേ സെയിം സ്പൂണിന് തന്നെ 1/4 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു പിഞ്ച് ഉലുവയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ആ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഇളക്കി ഇതിനെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വരുന്നത് നമ്മൾ മെയിൻ താരമായ തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യമേ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യമേ കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഇളക്കി അതൊന്ന് പേസ്റ്റ് പരുവാക്കിയതിന് ശേഷം ബാക്കി തേങ്ങാപ്പാലും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ മുഴുവനായിട്ട് ആഡ് ചെയ്യും. ഞാൻ 1-ാം പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ തിള വരുന്ന ടൈമിൽ ഈ ടൈമിലാണ് നമ്മൾ മീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൂടി ഈ ടൈമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെമ്മീൻ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെമ്മീൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ഈ മീനെ ഉടയാത്ത രീതിയിൽ ഒന്ന് സെൻറ്ററിൽ സ്പൂൺ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ഇവിടെ തിള വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മീൻകറിയൊക്കെ തിള വറ്റി ഈ ഒരു സ്റ്റേജിലേക്കായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് മീൻകറി വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിം വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ മീൻകറി വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ മസാലയും പുളിയുമൊക്കെ പിടിച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ല് ഈ സമയം ഉണ്ടാവും. ചാറൊക്കെ നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തേങ്ങാപ്പാൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.